ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എന്ന് പറയുന്ന സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ നിവിൻ അൽഫോൺസ് പുത്രൻ ചിത്രമായ NP50 എന്ന ചിത്രത്തിൻ്റെ ടൈറ്റിൽ വന്നിട്ടുണ്ട്. വിജയം എന്നാണ് ചിത്രത്തിൻ്റെ പേര്. അപ്പോൾ ചിത്രത്തിൻ്റെ പേര് പോലെ തന്നെ സിനിമ വിജയിക്കട്ടെ. അപ്പോൾ ചിത്രത്തിൻ്റെ മറ്റ് അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചെറിയൊരു ഗ്ലിംസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഒപ്പം സിനിമയുടെ ഹിന്ദി റീമേക്കാണല്ലോ ഹായ്വാൻ. ചിത്രം സംവിധാനം ചെയ്യുന്നത് നമ്മുടെ പ്രിയദർശൻ തന്നെയാണ്. ചിത്രത്തിൻ്റെ റിലീസ് തീയതി വന്നിട്ടുണ്ട് സെപ്റ്റംബർ മാസം 11-ാം തീയതിയാണ് ചിത്രം തിയേറ്ററിലെത്തുക. നമ്മുടെ ലാലേട്ടൻ ചെറിയൊരു ക്യാമിയോ ഉണ്ട്. പിന്നെ അക്ഷയകുമാറും സെയ്ഫ് അലി ഖാനാണ് ചിത്രത്തിന് മെയിൻ ലീഡായിട്ട് എത്തുന്നത്. പ്രകാശ് വർമ്മ, അഭിരാമി, പിന്നെ നമ്മുടെ മമ്മൂക്കയുടെ ക്യാമിയോ ഒക്കെ ഒരു സിനിമയാണ് നമ്മുടെ രഞ്ജിത്ത് സിനിമ. അപ്പോൾ ആ സിനിമയുടെ ടൈറ്റിൽ വന്നിട്ടുണ്ട് L&O, അതായത് ലോ ആൻഡ് ഓർഡർ എന്നാണ് ചിത്രത്തിൻ്റെ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ നിരവധി കുറേ സർപ്രൈസുകളൊക്കെ ഉണ്ടെന്നാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും മമ്മൂക്ക ഒരു ഷൺമുഖം എന്ന ക്യാരക്ടറാണ്, അതായത് ബ്ലാക്കിലെ ആ സെയിം ക്യാരക്ടർ. ഇനി അടുത്ത ഒരു ഞെട്ടിപ്പിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. ഇന്നേ ദിവസം ഞായറാഴ്ച നമ്മുടെ ഭരതനാട്യം, അതായത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പറയാം, ഭരതനാട്യത്തിൻ്റെ മൂന്നാം ഭാഗം അല്ലെങ്കിൽ മോഹിനിയാട്ടത്തിൻ്റെ 2ാം ഭാഗം എങ്ങനെ വേണമെങ്കിലും പറയാം, അങ്ങനെ അത് എത്തുന്നതാണ് അതിൻ്റെ ഒരു അപ്ഡേറ്റ് അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന ദിവസം നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ അറിയാൻ കഴിയും. അപ്പോൾ എൻ്റെ ചാനലിലൂടെ ഞാൻ അറിയിക്കാം. നമ്മുടെ വാരണാസിയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് ഉണ്ട്. ചിത്രം പാക്കപ്പ് ആവുന്നത് ഏതാണ്ട് നമ്മുടെ ഒക്ടോബർ ഒരു മിഡ് അല്ലെങ്കിൽ ഒരു ഒക്ടോബർ മാസം അവസാനമാകുമ്പോൾ തന്നെ ചിത്രം പാക്കപ്പ് ആവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പുഷ്പ 2 എന്ന സിനിമയ്ക്ക് ശേഷം നമ്മുടെ അല്ലു അർജുനും രശ്മിക മന്ദാനവും വീണ്ടും ഒന്നിക്കുകയാണ്. അത് നമ്മുടെ അല്ലു അർജുൻ ചിത്രമായ റാക്കിലൂടെയാണ്. അപ്പോൾ ചിത്രത്തിൽ നമ്മുടെ രശ്മിക മന്ദാനം അടുത്ത ഷെഡ്യൂൾ ജോയിൻ ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് നമ്മുടെ പൃഥ്വിരാജ് അഭിനയിക്കാതിരുന്ന ഒരു ചിത്രമാണ്, പിന്നെ ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രമാണ് ടൈസൺ. അപ്പോൾ ആ ചിത്രം ഉപേക്ഷിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പൃഥ്വിരാജിൻ്റെ തിരക്കുകൾ കൊണ്ടാവാം. ബിജു മേനോൻ്റെ അവറാച്ചൻ ആൻഡ് സൺസ്, അതായത് നമ്മുടെ ലിസ്റ്റിൻ ചീഫിലാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചിത്രത്തിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നൈസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ചിത്രത്തിൻ്റെ തിയേറ്റർ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു പുതിയ പടത്തിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. മിനി ആൻഡ് കൂപ്പർ എന്നാണ് ചിത്രത്തിൻ്റെ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. ഒരു വെറൈറ്റി ലുക്ക് തന്നെയാണ്. നമ്മുടെ മിസ്റ്റർ ബിഗിൻ്റെ കാറൊക്കെ ഉണ്ട്. അപ്പോൾ ആ പശ്ചാത്തലവും സ്കെയിലൊന്നും നമുക്ക് അറിയില്ല. എന്തായാലും നമുക്ക് ചിത്രത്തിൻ്റെ മറ്റ് അപ്ഡേറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ വരവ് എന്ന സിനിമയുടെ അങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള പുതിയ റിലീസ് തീയതി വന്നിട്ടുണ്ട്. ജൂലൈ 16-ാം തീയതിയാണ് ചിത്രം തിയേറ്ററിലെത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. മോഹിനിയാട്ടം എന്ന മലയാള സിനിമയിലൂടെയാണ് നമ്മുടെ ബേബി ജീൻ മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത നായകനായിട്ട് എത്തുന്ന ചിത്രമാണ് കളസ ബന്ധിതം. അപ്പോൾ ചിത്രത്തിൻ്റെ ഈ കാണുന്ന പോസ്റ്ററാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക്കൽ ഹൊറർ കോമഡി വിഭാഗത്തിൽ വരുന്ന ചിത്രമാണ് നമ്മുടെ ശ്രീനാഥ് ബാസുവിയുടെ കറക്കം. ചിത്രം നമ്മുടെ ജൂലൈ മാസം സോണി ലിവിലൂടെ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. കറക്റ്റായിട്ടുള്ള ഒരു റിലീസ് തീയതിക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ ലാസ്റ്റ് അപ്ഡേറ്റ് നമ്മുടെ മമ്മൂക്ക പ്രൊഡക്ഷനിലെ 10ാമത്തെ സിനിമയായിട്ട് വരുന്നതിൽ അതിൽ കുറച്ച് കാസ്റ്റിങ്ങിൻ്റെ ഒരു റിപ്പോർട്ടാണ്. ഒരു തമിഴ് ഫ്ലുവൻസിയുള്ള ഒരു ലേഡീനെ അവർ അന്വേഷിക്കുന്നുണ്ട്. ഒരു ഏജ് 30 to 35 ഉള്ള ഒരു ക്യാരക്ടറാണ് അവർ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്യുക.